ഗസയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 11 പലസ്തീനികളെ കൊല്ലപ്പെട്ടുവെന്ന വാർത്തയിലേക്കാണ് നമ്മുടെ ശ്രദ്ധ പോകുന്നത്. ഇപ്പോൾ പി ജെയിംസ് കൂടി നമുക്കൊപ്പം ചേരുന്നു. പി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ്കേൻ. ഹായ്. ജെയിംസ് വരുന്നു, അവിടെ ആക്രമണം നടക്കുന്നു, എന്താ ചെയ്യുക? എസ്കേൻ, ഇവിടെ മാത്രമല്ല പല സ്ഥലത്തും ആക്രമണം നടക്കുന്നുണ്ട്. പക്ഷേ ഇസ്രായേൽ ബോധപൂർവമാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് വിശ്വസിക്കേണ്ടി വരും. കാരണം വെടിനിർത്തൽ കരാർ ലംഘിച്ച 1620 തവണയാണ് ഗസയിൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. അതിൽ 1000-ഓളം പേര് കൊല്ലപ്പെട്ടിട്ടുമുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ വെടിനിർത്തൽ കരാർ എന്നുള്ളതിൻ്റെ ഒരു സാങ്ക്ടിറ്റി, സാധാരണ വെടിനിർത്തൽ പ്രഖ്യാപിച്ചാൽ പിന്നെ വെടിവെക്കാറില്ല. പക്ഷേ ഇത് എല്ലാ ദിവസവും 3, 4, 5 തവണ ഗസയിൽ കയറി ഇസ്രായേൽ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നടത്തിയ ആക്രമണത്തിൽ 11 പാലസ്തീനികളാണ് ഗസ എന്ന ചെറിയ ഒരു മുനമ്പിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതിനവർ പറയുന്നൊരു ന്യായീകരണം, അവർ വേട്ടയാടുന്നത് ഹമാസിലെയും ഹമാസിൻ്റെ തീവ്രവാദികളെയാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷെ കൊല്ലപ്പെടുന്നവരൊക്കെ സാധാരണക്കാരാണ്. ഒപ്പം തന്നെ ലെബനനിൽ, സിറിയൻ അതിർത്തിക്ക് അടുത്തുള്ള ലെബനനിൽ കയറി ഇസ്രായേൽ വീണ്ടും 1 വർഷമായിട്ടുള്ള വെടിനിർത്തലുണ്ട്. ആ വെടിനിർത്തലിനെ ലംഘിച്ചുകൊണ്ട് അവിടെയും ആക്രമണം നടത്തി. അവർ പറയുന്നത് ഇസ്ലാമിക് ജിഹാദികളെയാണ് ഞങ്ങൾ ടാർഗറ്റ് ചെയ്തത്. പക്ഷെ അവിടെ കൊല്ലപ്പെട്ടത് 4 ലെബനൻകാരാണ്. അപ്പോൾ ഈ തരത്തിൽ ഇസ്രായേൽ പല രാജ്യങ്ങളിലും കയറി ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു തരത്തിലും അന്താരാഷ്ട്ര നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള നടപടികളാണ്. ഇതിനിടയിൽ പാലസ്തീൻ്റെ ഏറ്റവും സാംസ്കാരിക പാരമ്പര്യമുള്ള മേഖലയാണ് വെസ്റ്റ് ബാങ്ക്. വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ മന്ത്രിസഭ ഒരു അനുമതി നൽകിയിരിക്കുന്നു. ഇസ്രായേൽക്കാർക്ക് അവിടെ ഭൂമി വാങ്ങാൻ പാടില്ല, കാരണം പാലസ്തീൻ്റെ പ്രദേശമാണ്. അവിടെ ഭൂമി വാങ്ങാനുള്ള അനുവാദം കൊടുത്തിരിക്കുന്നു. അതോടെ ഒരു കാര്യം വ്യക്തമായ എസ്കേൻ, വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാൻ തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുത്താൽ പാലസ്തീൻ എന്ന സ്വപ്നം അത് അസ്ഥാനത്താവും. കാരണം വെസ്റ്റ് ബാങ്കും റാമണിലേക്കാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളുള്ളത്, ജെറുസലത്തിൻ്റെ ചില ഭാഗങ്ങളൊക്കെ. പക്ഷെ എന്തായാലും പാലസ്തീൻ എന്ന സ്വപ്നം തകർക്കാനാണ് ഇസ്രായേൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇറാനെ ആക്രമിക്കാനായിട്ട് തയ്യാറായി നിൽക്കുകയാണ്. അതിനിടയിലാണ് ലെബനനിലും അതുപോലെ തന്നെ ഗസയിലൊക്കെ ഈ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര സമൂഹത്തിന് ഇതിനപ്പുറം ഒന്നും പറയാൻ കഴിയുന്നില്ല. അമേരിക്കയുടെ ട്രംപിന്റെ പിന്തുണ കൂടി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പിന്നിലുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.